ഹായ് നമസ്കാരം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ നാരങ്ങയും കൊണ്ട് കുറച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ സ്പെഷ്യലായിട്ടൊരു നാരങ്ങ കേട്ടോ, അത് ഭയങ്കര എനിക്കിഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് അധികം വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വെളുത്ത ഒരു അച്ചാറുണ്ട്, വെള്ള നാരങ്ങ, കറുനാരങ്ങ എന്നാണ് ഞങ്ങളിതിന് അച്ചാറെന്നാണ് പറയുന്നത്. ചുവപ്പും ഉണ്ടാക്കും വെളുപ്പും ഉണ്ടാക്കും. അപ്പോൾ ആ നാരങ്ങ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓണം സമയത്താണ് നമ്മൾ സാധാരണ ഓണം സദ്യയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഏത് സദ്യ ആണെങ്കിലും നമ്മൾ ഈ കറി നാരങ്ങ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കും. അപ്പോൾ ആ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അച്ചാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്കിതിൽ ഒരെണ്ണം എടുത്തിട്ട് കുറച്ച് ഉപ്പും മുളകും ഇട്ടിട്ട് വെക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാമല്ലോ. എങ്ങനെയാണ് കഴിക്കാതിരിക്കുന്നല്ലേ? അല്ല, മുളക് ഉപ്പ് കഴിച്ചു നോക്കാം. നല്ല ജ്യൂസിയാണ്. ജ്യൂസ് കൂടിപ്പോയി. നാരങ്ങയുടെ നീരെൻ്റെ കണ്ണി വരും. ഞാൻ എൻ്റെ കണ്ണൊക്കെ കറക്റ്റ് ഇതായിട്ട് വന്നതാണ്. അപ്പോൾ ഇനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം, അല്ലെങ്കിൽ ഇനി ശരിയാകത്തില്ല. അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നാരങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകാണ് വേണ്ടത്. കാന്താരി ഉണ്ട്, അതും എടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി കഴിയുമ്പോൾ കടുക്, ഉലുവ, ജീരകം ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഉപ്പ് ഇടുക, കായപ്പൊടി ഇടുക. ഇത് നന്നായിട്ട് വഴളണം കേട്ടോ. പിന്നെ ക്രിസ്പി ആവണ്ട, എന്നാലും നല്ല സ്മൂത്തായിട്ട് വഴളണം. ഇതിനകത്തോട്ട് ഇനിയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. വളരെ ഈസിയാണ്. വേണമെങ്കിൽ കുറച്ച് വിനാഗിരിയും ചേർക്കാം. ചാറ് വേണമെന്നുള്ളവർക്ക് ഇത്തിരി വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ട് ഒഴിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കുറച്ച് നാൾ കേടുകൂടാതിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള വെള്ള നാരങ്ങ അച്ചാർ റെഡിയായിട്ട്. അച്ചാറൊക്കെ ഉണ്ടാക്കി നമുക്കത് കഴിച്ചു നോക്കാം. എനിക്ക് കണ്ടിട്ട് വായിൽ വെള്ളം വരും. അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളിത് അധികം നാളങ്ങ് ഇരിക്കത്തില്ല, ഫ്രിഡ്ജിൽ വെക്കണം. കാന്താരി മുളകാണെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റാണ്, നല്ല രുചിയാണ്. അപ്പോൾ ഇതിന് കുറച്ച് ചാറൊക്കെ ഇട്ട് എടുക്കുവാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. വിനാഗിരി ഒഴിക്കാം. ചാറ് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് ഒഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്ന അച്ചാറായിരിക്കും, ഞാൻ സ്പെഷ്യലായിട്ട് കാണിച്ചതാണ്.